ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് വെറും ഒരു സൗകര്യം എന്നതിലുപരി നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും പലതും പറയുന്നുണ്ട്. ഒരു മോളിലൂടെ നടന്ന് കടകൾ കയറി ഇറങ്ങി സാധനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഓൺലൈനായി കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഈ ശീലം നിങ്ങളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ആഴത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ അത് വെറും മടിയോ സൗകര്യമോ ആകാം. എന്നാൽ ചിലപ്പോൾ അതിന് പിന്നിൽ സുരക്ഷിതത്വം, നിയന്ത്രണം അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലുകൾ ഒഴിവാക്കാനുള്ള ശ്രമം എന്നിങ്ങനെയുള്ള ആഴത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രവണതയുടെ മനഃശാസ്ത്രപരമായ വിശദീകരണം. ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യും. എന്നാൽ പരമ്പരാഗതമായ ഷോപ്പിങ്ങിൽ ഈ സന്തോഷം ലഭിക്കാൻ നമ്മൾ ഗണ്യമായ അധ്വാനം ചെയ്യേണ്ടതുണ്ട്. യാത്ര ചെയ്യുക, പാർക്കിംഗ് കണ്ടെത്തുക, ആളുകളുമായി ഇടപഴകുക, തിരക്കിൽ നിൽക്കുക എന്നിങ്ങനെ. ഈ അധ്വാനം സന്തോഷത്തിൻ്റെ അളവിനേക്കാൾ വലുതാണെന്ന് മനസ്സിന് തോന്നിയാൽ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. ഇവിടെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് വിജയിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, മറ്റുള്ളവരുമായി സംസാരിക്കാതെ, ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നോ ഫോണിൽ നോക്കിയോ വളരെ കുറഞ്ഞ അധ്വാനത്തിൽ അതേ ഡോപ്പമിൻ കിക്ക് ലഭിക്കുമ്പോൾ മസ്തിഷ്കം ഇത് എളുപ്പ വഴിയായി തിരഞ്ഞെടുക്കുന്നു. ഇതൊരു പൊതുവായ പ്രവണതയാണെങ്കിലും ചില വ്യക്തികളിൽ ഇത് കൂടുതൽ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുടെ സൂചനയായി കണക്കാക്കാം. ഉദാഹരണത്തിന്, സാമൂഹിക ഉത്കണ്ഠ, അതായത് സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് പൊതുസ്ഥലങ്ങളും ആളുകളുമായുള്ള ഇടപെടലുകൾ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അങ്ങനെയുള്ളവർക്ക് ആരും കാണാത്ത, ആരും വിലയിരുത്താത്ത സ്വകാര്യമായ ഓൺലൈൻ ഷോപ്പിംഗ് സുരക്ഷിതമായൊരിടമായി മാറും. അതുപോലെ നിർബന്ധിത വാങ്ങൽ രോഗം, അതായത് കമ്പൽസീവ് ബൈയിങ് ഡിസോർഡർ ഉള്ളവർക്ക് ഷോപ്പിംഗ് എന്നത് സമ്മർദ്ദത്തെയും വിരസതയെയും മറികടക്കാനുള്ള ഒരു മാർഗമായി തോന്നിയേക്കാം. ഈ വ്യക്തികൾക്ക് ഒരു ക്ലിക്ക് മാത്രം മതി അവരുടെ നിയന്ത്രിക്കാനാവാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ. കൂടാതെ വിഷാദ രോഗം, ഡിപ്രഷൻ ഉള്ളവർക്ക് ഷോപ്പിംഗ് ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. ഇതിലൂടെ അവർക്ക് തങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ കഴിയുന്നു. ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം പണം ചെലവഴിക്കുന്നതിലെ വൈകാരിക വിച്ഛേദം, അതായത് ഇമോഷണൽ ഡിസ്കണക്റ്റ് ആണ്. ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ കറൻസിയോ കാർഡോ നേരിട്ട് കൈമാറുന്നു. ഈ പ്രവൃത്തിക്ക് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്. എന്നാൽ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഒരു ക്ലിക്കിലൂടെയാണ് ഇടപാട് പൂർത്തീകരിക്കുന്നത്. പണത്തിൻ്റെ കൈമാറ്റം നടക്കാത്തത് കൊണ്ട് ചെലവഴിക്കുന്നതിലെ കുറ്റബോധം മനസ്സിന് കുറവായി അനുഭവപ്പെടാം. ഈ വിച്ഛേദം പലപ്പോഴും ആളുകളെ കൂടുതൽ പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് താൽക്കാലികമായ ആശ്വാസം നൽകുന്നുവെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴിമാറിയേക്കാം. തിരക്കിട്ട ജീവിതശൈലിയും സാങ്കേതിക വിദ്യയിലുള്ള അവഗാഹവും കാരണം ഓൺലൈൻ ഷോപ്പിങ്ങിന് മുൻഗണന നൽകുന്നവരും ധാരാളമുണ്ട്. അവർക്കിത് സമയം ലാഭിക്കാനും വിലകൾ താരതമ്യം ചെയ്യാനും ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ഓൺലൈൻ ഷോപ്പിംഗ് എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് അത് ജീവിതം എളുപ്പമാക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ മറ്റു ചിലർക്ക് അത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. ഈ ശീലം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: നമ്മുടെ ജീവിതം കൂടുതൽ ഡിജിറ്റലായി മാറുമ്പോൾ യഥാർത്ഥ ലോകത്തിലെ ബന്ധങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങൾ, നേരിട്ടുള്ള ഇടപെടലുകൾ എന്നിവയുടെ പ്രാധാന്യം നാം മറക്കരുത്. കാരണം നമുക്ക് ശരിക്കും ആവശ്യമുള്ളതെല്ലാം ഓൺലൈനിലൂടെ വാങ്ങാൻ കഴിയില്ല.